ഹേ ഗായ്സ്, നമസ്കാരം. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണെന്നല്ലേ? ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. എനിക്ക് 10 ദിവസത്തേക്ക് ഷോ ഉണ്ട്. അപ്പോൾ കൊച്ചി അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനും അമ്മയും അമ്മാമ്മയും അപ്പയും ഗോകുലും ഞങ്ങളെല്ലാവരും കൂടെ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗോകുലാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തായിരുന്നു. അവിടെ കുറേ ഷോ ആണ് കേട്ടോ. ശല്യം അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഒരേ ഷോ അങ്ങനത്തെ മണ്ടത്തരം വരാൻ ചാൻസ് ഉണ്ട്. യൂണിവേഴ്സൽ ചാർജർ മറന്നു വെച്ചിട്ട് വരിക. ഗൂഗിള് പറഞ്ഞതുപോലെ ഞാൻ യൂണിവേഴ്സൽ ചാർജർ എടുക്കാൻ മറന്നുപോയി ഗൈസ്. താങ്ക് യു. ഫോൺ വരെ വേണമെങ്കിൽ മറക്കാം, പേഴ്സ് മറക്കും. പിന്നെ കണ്ണി പെടുന്ന മറ്റേ ലോഷൻ അതവിടെ കൊണ്ടുവച്ചിട്ട് അടപ്പ് വെച്ചിട്ട് വരണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് കരയണം. ബഹറിൻ പോയിട്ട് വന്നപ്പോൾ നമ്മൾ മേക്കപ്പ് പെട്ടി എടുക്കാൻ മറന്നുപോയി. പെട്ടി വരുന്ന വഴിയിൽ ഞാനിത് കേൾക്കണം നടുക്ക് നിന്ന്. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. എന്നെ മിസ് ചെയ്യും. മിസ് ചെയ്യും. എന്നെ മിസ് ചെയ്യൂ. വിളിക്കുമല്ലോ. അതെ, ഇപ്പം അകത്ത് കയറുമ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യും. അയ്യോ. സോ നമ്മൾ റിലേഷനിലായിട്ട് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ്, ഐ മീൻ 10 ദിവസമൊക്കെ ഇങ്ങനെ മാറി. ലോങ് ഡിസ്റ്റൻസ് ആണോ? 10 ദിവസം മാറി നിൽക്കുന്ന ആദ്യമായിട്ടല്ലേ? അല്ലല്ലോ. പിന്നെ ഈ ഇടയ്ക്ക് പോയില്ലേ ഖത്തറിൽ? അത് 5-6 ദിവസം. അതൊക്കെ തന്നെ അല്ല, ഇത് 10 ദിവസം കഴിഞ്ഞേ ഞാൻ വരൂ. മറ്റേത് 7-ാം ദിവസം ഞാൻ ഇവിടെ തിരിച്ചെത്തുമായിരുന്നു. അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അമ്മ ഞാൻ പോകുന്ന സങ്കടത്തിൽ ഇതേ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കരച്ചിൽ കടിച്ച് പിടിച്ച് നിൽക്കുവാണ്. പാവം. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ലാസ്റ്റായിട്ട് പോകുന്നതിന് മുന്നേ ദേ ഗോക്ക് അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാനും കൈ കാണിച്ച് അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങളുടെ ഷോയിൻ്റെ ടീം എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആദ്യം വിയറ്റ്നാമിലാണ് ലാൻഡ് ചെയ്തത്. ഇത് വിയറ്റ്ജെറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഫുഡ് കുറച്ച് ശോകമായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ആദ്യം വിയറ്റ്നാമിലാണ് ഇറങ്ങിയത്. ഞാൻ പിന്നെ വിയറ്റ്നാം എയർപോർട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ പറ്റിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കുറച്ച് കത്തിയായിട്ട് തോന്നിയതുകൊണ്ട് എയർപോർട്ടിൽ പിന്നെ അല്ലെങ്കിൽ അറിയാമല്ലോ സാധനങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണ്. കീർത്തന വിയറ്റ്നാം മാഗ്നറ്റിന് വേണ്ടി തപ്പുമായിരുന്നു. അങ്ങനെ കുറച്ച് മാഗ്നറ്റൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ആക്ച്വലി അടുത്ത ഫ്ലൈറ്റ് ബ്രിസ്ബെയിനിലേക്കായിരുന്നു ഡയറക്റ്റ്ലി. അതിന് കുറേ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇവിടുത്തെ ലോഞ്ചിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കുറച്ച് സ്റ്റിർ നൂഡിൽസ് പിന്നെ കുറേ സുഷി ഉണ്ടായിരുന്നു. ഞാൻ സുഷി ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഐറ്റം എടുത്തു. ബാക്കി നിങ്ങൾ കണ്ടോ. കണ്ടല്ലോ, ഞാൻ ഛർദ്ദിച്ച് അവിടെ ഇട്ട്. എൻ്റെ പൊന്നെ, എന്ത് ടേസ്റ്റാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഒരുമാതിരി പച്ച മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അങ്ങനെ എന്താണ്ടോ ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ സ്റ്റിർ നൂഡിൽസ് ഉടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ച് ഞാൻ ആ വൃത്തികെട്ട ടേസ്റ്റ് അങ്ങ് മാറ്റി. ഹായ്, വാട്ട്സ് യുവർ നെയിം? മഞ്ജിത്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ലോഞ്ചിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിന് വേണ്ടി ഗേറ്റിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ സർദാർജീനെ കണ്ടു. സർദാർജിയോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ സമയമായി. ഞാനും കീർത്തനയും ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾക്കൊരു 8-9 hours ഉള്ളതുകൊണ്ട് കാർഡ്സൊക്കെ കളിച്ച് എങ്ങനെയൊക്കെയോ സമയം കളഞ്ഞു. ഞങ്ങളങ്ങനെ ഫൈനലി ബ്രിസ്ബെയിൻ എത്തി ഗായ്സ്. സോ കീർത്തനയും ലിബിനേട്ടൻ്റെ ബാഗൊക്കെ എടുത്ത് നടന്ന് വരുന്നുണ്ട്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത് ഞങ്ങളുടെ സ്പോൺസേഴ്സായ നിഷാദേട്ടൻ്റെ ഫാമിലിയും റോബിൻ ചേട്ടൻ്റെ ഫാമിലിയും ആയിരുന്നു. ഫാമിലി എന്ന് പറയാൻ ഇപ്പോൾ ഞങ്ങളുടെയും ഒരു ഫാമിലി ആയി കഴിഞ്ഞു ഇത്രയും 10 ദിവസത്തിന് ശേഷം.
ഇതാണ് എൻ്റെ സ്റ്റേ ഫോർ 2 days. നമ്മളുടെ ഇവിടെ ഷോയിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ ഒരാളുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. സോ ഞാൻ ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ ദിസ് ഈസ് മൈ റൂം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് അപ്പുറത്ത് വീടാണ്. ഇതാണ് എൻ്റെ ബെഡ്. ഇതൊരു ചെറിയ റൂം. പിന്നെ ഇങ്ങനെ കുറേ റൂംസ് ഉണ്ട്. ഇതാണ് എൻ്റെ ബാത്റൂം. ഇവിടെ ബാത്റൂം സെപ്പറേറ്റാണ്. ഇതാണ് എൻ്റെ കുളിമുറി. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നാട്ടിലും ഇവിടെ ആയിട്ട് 4 മണിക്കൂർ വ്യത്യാസമുണ്ട്. 4 മണിക്കൂർ ഫ്രണ്ടിലോട്ടാണ് ഓസ്ട്രേലിയ, 4 മണിക്കൂർ ബാക്കിലോട്ടാണ് ഇന്ത്യ. ഞാനിപ്പോൾ താമസിക്കുന്നത് നിഷാദേട്ടൻ്റെയും അനീന ചേച്ചിയുടെയും വീട്ടിലാണ്. അവരുടെ ബാത്റൂം തന്നെ നല്ല രസമാണ്. പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണ് ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ. പിന്നെ വീടും അതേപോലെ തന്നെ ഭയങ്കര നീറ്റാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ എണീറ്റിരിക്കുന്നുണ്ട്. ഇതാണ് അനീന ചേച്ചി. അനീന ചേച്ചിയുടെ 2 മക്കളുണ്ടായിരുന്നു, അന്നുക്കുട്ടിയും ജോക്കുട്ടനും. അങ്ങനെ എന്താ പറയുക, ചേച്ചിയാണ് ശരിക്കും എൻ്റെ വീട് എന്നെ മിസ്സാക്കാതെ. ഈ 2 ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒരു ഫാമിലി ആയിരുന്നു ഇവർ. എനിക്കൊരു എന്താ പറയുക, സിസ്റ്റർ ബ്രദർ എന്നെയൊക്കെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേക്ക് കെയർ ചെയ്തു ഞങ്ങളെ ഈ ഒരു 10 days. ഇതാണ് ലിവിങ് റൂമിൽ നിന്ന് ബാൽക്കണി ഏരിയയിലേക്ക് ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതേ രാവിലെ എണീറ്റ് ഞാൻ രാവിലെയാണ് ഒന്ന് വെട്ടം കണ്ട് ഫുള്ളും വീടുകളൊക്കെ പുറത്ത് നിന്ന് കണ്ടത്. അങ്ങനെ പുറത്ത് പോകാൻ റെഡിയായി. ഞങ്ങൾ ആദ്യം തന്നെ വൂൾവേർത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വലിയൊരു മാർക്കറ്റാണ്. അവിടെ പോയി. ചേച്ചിക്ക് കുറച്ച് സാധനം മേടിക്കാനുള്ളതുകൊണ്ട് കൂടെ ഞാനും പോയി. എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ പ്രാന്ത. അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ കണ്ട് ഇങ്ങനെ കൊതി വിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി ഞാൻ നേരെ ഡാൻസ് പ്രാക്ടീസിനാണ് പോയത്. ഇവിടെയായിരുന്നു ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ്. ഇത് നമ്മുടെ റോബിൻ ചേട്ടൻ്റെ മായ ചേച്ചിയുടെയും വീടാണ്. ഇത് രണ്ടാമത്തെ വേറൊരു പ്രോഗ്രാം സ്പോൺസറുടെ വീടായിരുന്നു. ഇതാണ് ചേച്ചിക്കും 2 മക്കളാണ്, റിച്ചൂട്ടനും അന്നക്കുട്ടിയും. എല്ലാവരും വർക്കിംഗ് ലേഡീസാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവരെല്ലാവരും എന്താ പറയുക, എൻ്റെ കൂടെ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ. ഗുഡ് മോർണിംഗ്. അതെ, എനിക്കാണെങ്കിൽ കോൾഡും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രോഗ്രാമിന് പോകാൻ റെഡിയായി. നേരെ പ്രോഗ്രാം സ്ഥലത്തോട്ട് പോയി. ഇതാണ് നമ്മുടെ റിച്ചുക്കുട്ടൻ, മായ ചേച്ചിയുടെ മോൻ. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അപ്പം അവൻ കളിച്ച് കാണിച്ചു തരും. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. ഞാൻ സെക്കൻഡ് കോസ്റ്റ്യൂം മാറി. അടിപൊളി പരിപാടിയായിരുന്നു. ഈ കീബോർഡൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഡിബിൻ്റെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് നല്ല രസിക്കുന്ന പരിപാടിയായിട്ട് എല്ലാവരും തകർത്ത് പൊളിച്ച് പ്രോഗ്രാം. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാൻഡൂസ് ചിക്കനിലായിരുന്നു ഇന്നത്തെ പാർട്ടി. അങ്ങനെ നമ്മൾ നേരെ കഴിക്കാൻ പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിത് കഴിച്ചു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. റിബ്സാണ്, ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. ഭയങ്കര വെള്ളം. ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും വലുതാണ്. ഹായ് ഗായ്സ്, ഞാനിങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്ന് മേക്കപ്പ് തുടച്ചുകൊണ്ടിരിക്കുക. പ്രോഗ്രാമിനെ പറ്റി നല്ല റിവ്യൂ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഞാൻ കളിച്ചപ്പോൾ തന്നെ സ്റ്റേജിലൊക്കെ കയറി വന്ന് ഭയങ്കര കുറേ പേരൊക്കെ സ്റ്റോറീസ് എൻ്റെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തതിൻ്റെ എന്താ പറയുക, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാവിലേക്ക്. ഞാൻ ഫസ്റ്റ് ഷോ എനിക്ക് ഗ്രൂപ്പ് ഇല്ലായിരുന്നു കൂടെ കളിക്കാനായിട്ട്, സോളോ ആയിട്ടാണ് ചെയ്തത്. അപ്പം അവരെല്ലാവരും ഞാൻ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും സ്റ്റേജിൽ വന്ന് കളിച്ച്, ഒരു കുട്ടി കറക്റ്റ് ഞാൻ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് നോക്കി പഠിച്ച് ഭയങ്കര രസമായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം അങ്ങനെ അടിപൊളിയായിട്ട് പോയി. ഇനി എനിക്ക് 5th അടുത്ത ഷോ. ഇന്ന് 31st ആണ്. സോ 1, 2, 3, 4 4 ദിവസം ഫ്രീ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത സ്റ്റേജ് ഷോവിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അതിന് 3 ഡാൻസ് കളിക്കുന്നുണ്ട് വിത്ത് ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്നെനിക്ക് കിടന്നുറങ്ങണം. കുളിച്ചിട്ട് ഉറങ്ങിയിട്ട് പിന്നെ നാളെ വരും. അങ്ങനെ ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ അന്നുക്കുട്ടി ഡാൻസൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കാർഡ് ഗെയിമൊക്കെ കളിച്ചിട്ട് കിടന്നുറങ്ങി. നല്ല രസമായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് ഡേ 3 ആണ് അറ്റ് ഓസ്ട്രേലിയ. ഞാൻ പ്രാക്ടീസിന് റെഡി ആയിരിക്കുകയാണ്. സി ഐ ആം ഓൾ സെറ്റ്.
ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പ്രാക്ടീസിന് പോയിട്ട് അവിടെ എനിക്ക് 5-ാം തീയതി കളിക്കാനുള്ള ഡാൻസ് പഠിപ്പിക്കണം. റൂം നല്ല കുളമാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വേണം കുളമാക്കാൻ. ഓസ്ട്രേലിയയിൽ വന്നാലും കുളമാക്കിയിടും. ഓക്കെ, സോ പ്രാക്ടീസിന് പോയിട്ട് പിന്നെ കുറച്ച് പർച്ചേസിന് പോകണം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ പ്രാക്ടീസ്. ഈ ഡാൻസ് ഞാൻ നാട്ടിൽ വെച്ചിട്ട് വീഡിയോ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരത് നോക്കി പഠിച്ചു. പിന്നെ ഞാൻ എന്താ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എനിക്ക് കളിച്ച് കാണിച്ചപ്പോൾ തന്നെ പകുതി ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞ് അവർ എനിക്ക് ഡോനട്ട് മേടിച്ച് തരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ക്രിസ്പി ക്രീം ഡോനട്ട്. അങ്ങനെ എനിക്ക് ഡോനട്ട് ഇതായിരുന്നു ക്രിസ്പി ക്രീം ഷോപ്പ്. അങ്ങനെ എനിക്ക് ഡോനട്ട് വാങ്ങി തന്നു. ചോക്ലേറ്റിൻ്റെ ഒരെണ്ണവും പിന്നെ ഓറിയോ ആൻഡ് ക്രീമിൻ്റെ ഒരു ഡോനട്ടും ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഓവർ ഷുഗറായിട്ട് മട്ടിപ്പോവും. പിന്നെ ഞാൻ പർച്ചേസിനായിട്ട് ഇറങ്ങി.